അസ്സലാമലൈക്കും. ഇത് നബീസുമ്മ കോഴിക്കോട് കപ്പക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ഒരു സഹായം അഭ്യർത്ഥിക്കാനാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നബീസുമ്മ ഒരുപാട് അത്യാവശ്യം 62 വയസ്സോളം പ്രായമുണ്ട്. പലതരം അസുഖങ്ങളായിട്ട് കഴിഞ്ഞു പോകുന്ന ഒരാളാണ്. ഭർത്താവ്, മക്കൾ അങ്ങനെ ആരും തന്നെ ഇല്ല. ഒരുപാട് സുഖങ്ങളാണ്. ശരിക്കും നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. ഇതുവരെ ആരോഗ്യം ഉണ്ടായിരുന്ന ചെറിയ രീതിയിലെങ്കിലും നടക്കാൻ സാധിക്കുന്ന ഒരു സമയത്തോളം മറ്റുള്ളവരുടെ വീട്ടിൽ പലതരം പണിക്ക് പോയിട്ടും ആണ് സ്വന്തം ജീവിതം മുൻപോട്ട് നീക്കിക്കൊണ്ടിരുന്നത്. സ്വന്തം വീടിൻ്റെ മുൻപിലായിട്ട് ഒരു കട വെച്ചിട്ടൊക്കെ ആയിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി നബീസുമ്മ തന്നെ നിങ്ങളോട് നേരിട്ട് പറയും. നബീസുമ്മയുടെ സ്വന്തം ഇഷ്ടത്തോടു കൂടി തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ആരും തെറ്റായി ധരിക്കരുത്. എന്തിനു മുഖം കാണിക്കുന്നു എന്നൊന്നും ഉള്ളൊരു ചോദ്യം, എനിക്കും അതിനോട് താല്പര്യമുള്ള ഒരാളല്ല. ഒരാളുടെ മുഖം കാണിക്കുന്ന അപമാനപ്പെടുത്താനും താല്പര്യമുള്ള ഒരാളല്ല. നബീസുമ്മ തന്നെ ഡയറക്റ്റ് എൻ്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞൊരു കാര്യം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. നബീസുമ്മ നേരിട്ട് നിങ്ങളോട് കാര്യം പറയും. ഞാൻ തന്നെ പറഞ്ഞതാണ്, എൻ്റെ മുഖം കാണിക്കുന്നതിന് എനിക്കൊരു വിഷമമില്ല. എൻ്റെ സങ്കടം പറഞ്ഞ് ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്. ഈ പറഞ്ഞതൊക്കെ സത്യവാക്കാണ്. എനിക്കൊരു ഇടം കിടക്കാനില്ല. ഞാൻ എൻ്റെ അടുത്തുള്ള വീട്ടിലൊക്കെ നിന്നുകൊണ്ടാണ്. ഞാൻ ശരീരത്തിന് തീരെ സുഖമില്ലാത്ത ഒരാളാണ്. അത് ഞാൻ എന്തെങ്കിലും കൈത്തൊഴിലെടുത്തുകൊണ്ട് അങ്ങനെ ജീവിച്ച് പോന്നതായിരുന്നു. അപ്പം എനിക്കൊന്നിനും കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ മുമ്പിൽ യാചിക്കുകയാണ്. എന്തെങ്കിലും നമുക്ക് ഒരു വീട്, തൽക്കാലത്തേക്ക് ഒരു വീടുണ്ട്. പക്ഷെ ആ വീട്ടിൽ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കടങ്ങളുണ്ട്. ആ കടം, ജീവിക്കാൻ വേണ്ടി എടുത്ത കടം പിന്നീട് ബാങ്കിൽ അധികരിച്ച് വരികയും പിന്നീട് ആ കടം വീട്ടാൻ സാധിക്കാതെ വരികയും ചെയ്ത സാഹചര്യത്തിൽ പിന്നെ വീട്ടിലൊരു പണയത്തിന് ആൾക്കാരെ താമസിപ്പിക്കാൻ ഏർപ്പാടാക്കി. പണയത്തിന് ആളെ വെച്ചു. 2 ലക്ഷം രൂപയ്ക്കാണ് പണയത്തിന് ആളെ വെച്ചത്. എന്നാൽ ആ 2 ലക്ഷം രൂപ അവർക്ക് തിരിച്ചു കൊടുക്കണം. അവർ താമസം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവർക്ക് ആ 2 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കണം. അത് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. പറഞ്ഞു, ഇത് അവർക്ക് കൊടുത്താൽ എനിക്ക് ആ വീട് കൈമാറി കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. എന്നാൽ എനിക്ക് അതിൻ്റെ ഒത്ത് താമസിക്കാമല്ലോ. ഞാൻ അത്രയും കഷ്ടപ്പാട് സഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. പറയാൻ തന്നെ എനിക്കൊന്നും അറിയുന്നില്ല. എന്തെങ്കിലും സഹായങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം. വേറൊന്നുമല്ല, ഇത് ആദ്യമായിട്ടാണ്.